കണ്ണൂർ ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥി സ്വയം ജീവനൊടുക്കിയ ആ ഒരു പെർട്ടിക്കുലർ വിഷയം ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നിതിൻ്റെ ഓഡിയോ റെക്കോർഡ് മീഡിയാസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ രാത്രി വരെ എല്ലാ ചാനലിലും ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ കോളേജിൽ നടക്കുന്ന അവിടുത്തെ സ്റ്റാഫുകൾ കുട്ടികളോട് ചെയ്യുന്ന എല്ലാ ക്രൂരതകളും പുറത്തു വരണം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു കോളേജിൽ അവിടുത്തെ സ്റ്റാഫുകൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഈ ഒരു നിതിൻ്റെ മരണം കൊണ്ടെങ്കിലും ഇതിവിടെ നിന്ന് പോകണം. അതിന് അധികാരികൾ കൃത്യമായിട്ട് ഇടപെടണം. പക്ഷെ നിതിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, നിതിൻ മരണപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇന്നലെ പകുതി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചുപോയ ഒരു ലോൺ ആപ്പിൻ്റെ വിഷയവും ഒരു തേൻകെണിയുടെ വിഷയമുണ്ട് നിതിൻ്റെ ലൈഫിൽ. ഇന്ന് ഞാൻ നോക്കുമ്പോൾ മീഡിയാസ് ഇത് കംപ്ലീറ്റ്ലി എടുത്ത് ഡിസ്കസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ നോ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ഈ ലോൺ ആപ്പിൻ്റെ കാര്യവും തേൻകെണിയുടെ കാര്യവും മീഡിയനെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറയുന്നുണ്ട്. ഈവൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡിസ്കഷനിൽ നിതിൻ്റെ സിസ്റ്റർ വന്നിട്ട് ഈ ലോൺ ആപ്പിൻ്റെ കാര്യങ്ങളും തേൻകെണിയുടെ കാര്യവും വീണ്ടും അവരുടെ ഒരു വേർഷൻ പറയുന്നുണ്ട്. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, നിതിൻ ജീവനൊടുക്കിയതിൽ 99% പങ്കും കോളേജിലെ ഇപ്പം പണിഷ്മെൻറ്റ് കിട്ടിയ HODക്ക് ഉണ്ട്. ഓക്കെ, ആ HODയുടെ ഫോട്ടോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. കൂട്ടത്തിൽ വേറൊരു ടീച്ചർക്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കേസായിട്ടുണ്ട്, സസ്പെൻഷനും ആയിട്ടുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് പലരും പറയുന്നത് അവരൊരു ഗുഡ് സോളാണെന്നാണ്. പക്ഷെ നിതിൻ അവരെങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഈ കേസിൽ അവരുടെ പേര് കൂടിയുണ്ട്, അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, റാം എന്ന് പറഞ്ഞ HODക്ക് ഇനി ഇല്ല, കുട്ടികൾ തന്നെ കൈ കിട്ടിയ ചെരുപ്പ് കൂടി ചള്ളടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്രയും വൃത്തികെട്ടവനാണ്. ജാതി പറഞ്ഞും നിറം പറഞ്ഞും ഒക്കെ കുട്ടികളെ അങ്ങോട്ട് ഷെയിം ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇവൻ്റെ ഹോബി. ഇവൻ്റെ കാര്യം വിട്, ഞാനിപ്പോൾ ഈ ടീച്ചറെ കാര്യം പറയാൻ കാരണം ഒരുപാട് കുട്ടികൾ എന്നോട് പറയുന്നുണ്ട്, ഈ ടീച്ചർ എങ്ങനെയുണ്ട്, എന്താണ് ഈ ടീച്ചറുടെ റോൾ എന്നുള്ളത് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അന്വേഷണം അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോഴേ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ 1% ബാക്കി വെച്ച് സംസാരിക്കാൻ കാരണം, ഈ ലോൺ ആപ്പും ഈ തേൻകെണി 1% ആ കുട്ടിക്കൊരു മെൻ്റൽ പ്രഷർ, ഒരു മെൻ്റൽ ട്രോമ, ആ സിറ്റുവേഷനിൽ അവന് അങ്ങനെ ചെയ്യാനുള്ളതിനേക്കൊരു എക്സ്ട്രാ ഫ്യൂവൽ ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ പുറത്ത് മീഡിയ ഡിസ്കസ് ചെയ്യണ്ടേ? ഈ ലോൺ ആപ്പിൻ്റെ പ്രഷർ കാരണം ഈ അടുത്ത കാലത്ത് എത്ര പേര് അവരുടെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്? തേൻകെണി വിഷയങ്ങളിൽ എത്ര പേര് അവരുടെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്? ഇതും ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ നിതിൻ്റെ ലൈഫിൽ ഇതിനൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, ഇതൊക്കെ എങ്ങനെ നിതിൻ്റെ ലൈഫിൻ്റെ പാട്ടാകും? ഇത്രയും ചെറിയ വയസ്സുള്ള ഒരു പയ്യൻ, ലോൺ ആപ്പ്, തേൻകെണി, അത് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ അതിങ്ങനെ വെറുതെ ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നിറത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെയും ഒക്കെ ഈ പറഞ്ഞ അധിക്ഷേപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കോളേജിൽ അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഈ പെർട്ടിക്കുലർ കേസിൽ, നിതിൻ്റെ കേസിൽ ഇതെന്ത് സംഭവിച്ചു, ഇതിൻ്റെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായി മീഡിയ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ മീഡിയക്കാർ ഇത് അഡ്രസ്സ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഞാൻ ആദ്യമേ ഒരു ജാമ്യം എടുത്തത്. ഞാനിത് പറയുമ്പോൾ ഇവനെന്താടാ ഇപ്പോൾ ഈ കുട്ടി മരിച്ച സമയത്ത് വന്നിരുന്നിട്ട് ഈ കാര്യങ്ങൾ എന്തിനും ഡിസ്കസ് ചെയ്യണമെന്ന് ആരും ചോദിക്കേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ ഒബ്സർവേഷൻസ്, എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് വെച്ച് പോകുന്ന ഒരാളാണ്. പലതും ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ മീഡിയയിൽ വരുമ്പോൾ ഇത് ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇടുന്നതും എന്നോട് പേഴ്സണലി ഒന്ന് പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം വന്ന് പറയുമ്പോൾ 10 തെറി കേൾക്കുന്നുള്ളൂ, പിന്നെ കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ അത് ഓക്കെ ആയിട്ട് പോകാറുണ്ട്. ആദ്യം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു മീഡിയ അഡ്രസ്സ് ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാം. നിലവിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആ ലോൺ ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിൻ്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ
ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥി ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. ഈ പയ്യൻ്റെ അമ്മയുടെ പേര് ലതാന്നാണ്. ഈ പയ്യൻ അത്യാവശ്യം നല്ല കണക്ഷനുള്ള ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ട്യൂട്ടറുണ്ട്, അവരുടെ പേരും ലത എന്നാണ്. ഞാൻ ഇന്നലെ ഈ പേരുകൾ പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ പേരുകൾ പറയുകയാണ്. അപ്പോൾ ഈ ലത എന്നുള്ള പേരുള്ള ഈ ഒരു ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു ടീച്ചർക്ക് നിരന്തരം കോളുകൾ വരികയാണ്. ഓക്കെ, ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചറിയാം. അറിയാലോ നമുക്ക് ത്രെട്ടനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പല കേസും നമ്മൾ കണ്ടതാണ്. നിങ്ങളിൽ പലരും ഇത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടാ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തൽ ആ സെറ്റപ്പ് ആ ലൈനിൽ പോകുന്ന ആളുകളാണ്. മോർഫ് ചെയ്ത ഫോട്ടോസ് അടക്കം ഇടുന്ന അങ്ങനത്തെ തെമ്മാടി കളി കളിക്കുന്ന ആളുകളാണ്. അവന്മാർ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു സെക്കൻഡ് തെറ്റിയാലടക്കം ഈ പരിപാടി കാണിക്കും. അപ്പോൾ ഈ ലത എന്ന് പറഞ്ഞ മിസ്സിന് ഇതുപോലെ കണ്ടിന്യൂസ്ലി കോൾസ് വരുന്നു, ത്രെട്ടനിങ് മെസ്സേജുകൾ വരുന്നു. ലതാ മിസ്സിന് എനിക്ക് തോന്നുന്നത് ആദ്യം ഇത് എവിടുന്ന് എങ്ങനെയെന്ന് മനസ്സിലായി കാണില്ല. അവർ ചിലപ്പോൾ സൈബറിൽ, ചിലപ്പോൾ എന്നല്ല അവർ സൈബറിൽ ഓൾറെഡി ഇത് കേസാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്ന ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്തു നിതിൻ, അല്ലെങ്കിൽ കാരണം അമ്മ ലതയാണ്, മിസ്സും ലതയാണ്, മേ ബി മൊബൈൽ നമ്പർ ചിലപ്പോൾ മാറ്റി കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോൺ ആപ്ലിക്കേഷൻസ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ലോൺ ആപ്പുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് എന്ത് വരും, ആക്സസ് വരും. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും, ലത എന്ന് പേരുള്ള അമ്മയെ വിളിച്ച് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്യും, അടുത്ത ലത എന്നുള്ള പേരുള്ള അടുത്ത നമ്പർ ആയി നോക്കും. അത് ലത മിസ്സിൻ്റെ നമ്പർ ആയിരിക്കും ചിലപ്പോൾ. ഇവരിതൊന്നും നോക്കില്ല. ലത അമ്മ കഴിഞ്ഞു, പിന്നെ വിളിയാണ് ഇവർ. അങ്ങനെ ഒരു സമയം ഇതിനകത്ത് നടന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെ അതെ, ആയതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു. അവർ കോൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നുവെന്നും ആ കോളുകൾ പൈസ അടയ്ക്കാത്ത പക്ഷം മറ്റ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും എന്നുള്ള ഒരു ത്രെട്ടനിങ് മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് പോലീസ് കാണുന്നത്. ഈ രണ്ട് അന്വേഷണത്തിൻ്റെയും അന്വേഷണ മധ്യേ ഇതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു മിസ് എന്താണെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ലോൺ ആപ്പിൽ നിന്ന് കോളുകൾ വരുന്നതിൻ്റെ. ഒരു പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, BDS ബ്ലോക്കിൽ നിന്നല്ല ഈ പയ്യൻ ചാടിയിട്ടുള്ളത്. ഓക്കെ, ജനറൽ ബ്ലോക്കിൽ നിന്നാണ് ഈ പയ്യൻ ചാടിയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. മീഡിയ അത് പറഞ്ഞിട്ടില്ല. ജനറൽ ബ്ലോക്കിലേക്ക് ഈ പയ്യൻ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസ്സ് ജനറൽ ബ്ലോക്കിലുള്ള മിസ്സാണ്, ജനറലിൽ പഠിപ്പിക്കുന്ന മിസ്സാണ്. ഈ മിസ്സ് സൈബറിൽ കൊടുത്ത കേസിൽ ഒരു പക്ഷേ അവർക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കാം. ഇത് നിതിനെടുത്ത ലോൺ ആപ്പിൽ ഈ മിസ്സിൻ്റെ ഐഡൻറ്റിറ്റി കയറിയതാണ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് കിട്ടിയിരിക്കാം. അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്കനെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. കാരണം ജനറൽ ബ്ലോക്കിൽ നിന്നാണ് ഈ പയ്യൻ ചാടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്ന് അവിടെ നടന്ന കോൺവെർസേഷൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ലതാ മിസ് എന്ന് പറഞ്ഞ മിസ് ഈ പയ്യനായിട്ട് അത്യാവശ്യം നല്ല ടേംസിലാണ്. ഞാൻ ബാക്കി കുട്ടികൾ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് പറയുകയാണ്, അവർ നല്ല ടേംസിലാണ്. എന്നാൽ പോലും എത്ര നല്ല ടേംസിലാണെങ്കിൽ പോലും നമ്മുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ പെർമിഷനോ ഇല്ലാതെ ഒരു ലോൺ ആപ്പിൽ നിന്നൊരു ലോൺ എടുത്തതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റിയാക്ട് ചെയ്യും. പിന്നെ ഇവനാണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല അവർ പോയി കേസ് കൊടുത്തത്. ബൈ ദ വേ കേസ് പകുതി ആയപ്പോഴായിരിക്കും ഇത് ഇങ്ങനെ നിതിൻ എന്ന് പേരുള്ള ഒരാളുടെ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അത് ഈ നിതിനാന്ന് മനസ്സിലായപ്പോൾ ചോദിക്കാൻ വിളിച്ചതായിരിക്കണം. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഇതാണ്. അല്ല, അതിന് മുൻപുള്ള ദിവസങ്ങളിലും കോൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസവും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോൾ വന്നതുകൊണ്ട് തന്നെ ഈ അധ്യാപിക പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്.
അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിരുന്ന ഒരു ഇൻസിഡൻറ്റ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം ഈ പറഞ്ഞിരിക്കുന്ന കോളിൻ്റെ ഒരു ത്രെട്ടണിങ് ആസ്പെക്ട് ഉണ്ട്, അതോടൊപ്പം ഈ മുൻകാലങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ എത്രമാത്രം ഈ സംഭവത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മധ്യം നമ്മൾ വ്യക്തത കൊണ്ടുവരണം. ഇതാണ് ഞാൻ പറഞ്ഞത്. 99% ഈ റാം എന്ന് പറഞ്ഞ HODയും കോളേജിലെ ആംബിയൻസും അവിടുന്ന് കിട്ടുന്ന ഒരുതരം എന്താ പറയുക ഹറാസ്മെൻറ്റ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിലും 1% ഇതിനകത്ത് ഈ ലോൺ ആപ്പും ഈ തേൻകെണിയും പ്രീവിയസ് ഇൻസിഡൻസിൽ ഈ തേൻകെണിയുടെ ഭാഗമായി ഈ പയ്യനെ അന്വേഷിച്ച് പട്ടാമ്പിയുള്ള ഒരു ടീം കോളേജിൽ വരികയും ഒരു 3 മാസം മുമ്പ് തോന്നുന്നുണ്ട് കോളേജിൽ വരികയും വൻ ഇഷ്യൂ ആയി. അതൊരു പോലീസ് കേസിൻ്റെ വക്ക് വരെ എത്തി. അവിടെ നിന്ന് അത് മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ പയ്യൻ കോളേജിൽ സ്വമേധയെ എഴുതി കൊടുത്തൊരു പ്രൂഫ് അടക്കം കോളേജുകാരിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ പോലീസ് ഓഫീസർ, ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സംസാരിക്കുന്നുമുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇതിനകത്ത് നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, 100% ദാറ്റ് ഈസ് എ റീസൺ എന്നുള്ളത് നമുക്ക് പറയുന്നതിന് മുമ്പ് ആ 1% ഈ ലോൺ ആപ്പിൻ്റെയും തേൻകണീൻ്റെയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇറ്റ് ഈസ് റെലവെൻറ്റ്. ഓക്കെ, ഇനി ഈ പോലീസ് ഓഫീസർ സംസാരിക്കുന്ന കാര്യത്തിൽ ഈ തേൻകണിയുടെ കാര്യങ്ങളും കൂടിയുണ്ട്. അങ്ങനെ ഒരു പരാതി ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ലഭിച്ചൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷേ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും, പക്ഷേ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും, പക്ഷേ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിൻ്റെ രേഖകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിൻ്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിൻ്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകളുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ കാര്യങ്ങൾ? ഈ പയ്യനെ 1 മാസം കോളേജുകാർ വീട്ടിലിരുത്തി എന്നുള്ളൊരു സീന് ഇന്നലെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ, നിങ്ങളും പറഞ്ഞു കേട്ട് കാണും. ശരിക്കത് കോളേജുകാർ ഈ പയ്യനോടുള്ള ദേഷ്യം വാശി കൊണ്ട് ഇരുത്തിയതല്ല. ഈ ഒരു ഇഷ്യൂ 3 മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസങ്ങൾക്ക് മുമ്പ് ഈ കോളേജിലേക്ക് പട്ടാമ്പിയുള്ളൊരു ടീം അന്വേഷിച്ച് വരികയാണ് ഈ പയ്യനെ. ഇത് അന്വേഷിച്ച് വരാൻ കാരണം ഈ പയ്യൻ ഐഡൻറ്റിറ്റി ഒരു ലേഡിയുടെ കാണിച്ചുകൊണ്ട് വേറൊരു ആളോട് സംസാരിച്ച് അയാളിൽ നിന്ന് ഫണ്ട് മേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു സംഗതി കോളേജിലുള്ള ഈ ബാച്ചിൽ, ഈ പയ്യൻ്റെ ബാച്ചിൽപ്പെട്ട ഒട്ടുമിക്ക എല്ലാവർക്കും, ആ കോളേജിൽ എല്ലാവർക്കും അറിയും, ബാച്ചിലുള്ളവർക്ക് കൂടുതൽ അറിയാം. അതൊരു വൻ സീനായി. കോളേജ് മാനേജ്മെൻറ്റ് അറിയും, കോളേജിൽ അതൊരു വൻ വിഷയമായി. അങ്ങനെയാണ് ഇതെന്ത് ചെയ്തത്, ചക്രക്കല്ല് പോലീസ് സ്റ്റേഷനിൽ ഇത് കേസായി എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞത് അത് അന്ന് കേസെടുക്കാൻ പറ്റാതെ മേ ബി ആ പയ്യൻ മൈനറാണോ എന്നറിയില്ല. കാരണം ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയം മുതൽ നോക്കുമ്പോൾ ഇതൊരു 3-4 കൊല്ലത്തെ വിഷയമാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ, ഈ തേൻകണി എന്ന പേരിൽ ഈ വിഷയം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3-4 കൊല്ലം മുമ്പ് തുടങ്ങിയൊരു വിഷയമായിട്ടാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞു തന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടൈം തുടങ്ങിയത് മുതൽ നോക്കുമ്പോൾ ഈ പയ്യൻ എന്താണ്, മൈനറാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുള്ളത് കൊണ്ടും കോളേജിൽ വെച്ച് അതിലൊരു സെറ്റിൽമെൻ്റ് ആയി എന്നൊരു സംശയം ഉള്ളത് കൊണ്ടും ഇത് കേസായില്ല, ഒരു പെറ്റീഷൻ മാത്രമായിട്ട് ചക്രകല്ല് പോലീസ് സ്റ്റേഷനിൽ ഈ സാധനം അവിടെ നിന്നു. ഓക്കെ, ഇത് നടന്ന സംഭവമാണ്. ഇതൊരു പക്ഷേ വീട്ടുകാരോട് ഈ പയ്യൻ പറഞ്ഞു കാണില്ല, അതോ വീട്ടുകാരെ അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ചർച്ചയാവുന്നൊരു വിഷയമാണല്ലോ, ഇനി അതിൻ്റെ ഒരു ഫോക്കസ് ഇവിടുന്ന് മാറി അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാരത് ആക്സെപ്റ്റ് ചെയ്യാത്തയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി പോലീസ് ഓഫീസറായുള്ള ഈ സാറ് പറയുന്നത് ഇതും അതും തമ്മിൽ കണക്റ്റ് ആവണം സാർ. ഇതും അതും തമ്മിൽ എന്താ കണക്റ്റ് ആവാൻ വിഷയമുള്ളത്? ഒരാളെ ഓക്കെ, ഇപ്പം എന്തായാലും കംപ്ലൈൻറ്റ് ഈ പയ്യനെ എഗെയിൻസ്റ്റ് ആണെന്നുള്ളതും മനസ്സിലായല്ലോ, സാറ് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലോ. ഇനി മേ ബി ഒരു കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിക്ക് ഞാനിവിടെ നിങ്ങൾക്കൊരു
കൊമൻറ്റ് വയ്ക്കാം. ഇത് ഈ സാറ് കൊടുത്ത ന്യൂസുകാർക്ക് കൊടുത്ത ഈ പ്രസ് മീറ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്. ഇതൊരു ജെന്യുവിൻ പ്രൊഫൈലാണ്, വിത്ത് ഫോട്ടോ ഉണ്ട്, ഫേക്ക് അല്ല. ഓക്കെ, വൈശാഖ് എസ് കുമാർ എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമൻറ്റ് ഞാൻ അവിടെ വയ്ക്കാം. ചെക്കൻ ആകെ 6 മാസമായിട്ടേ ഉള്ളൂ കോളേജിലെത്തിയിട്ട്. ഇതിനിടയിൽ സ്ത്രീയായി ചമഞ്ഞ് ഫോട്ടോ എടുത്ത് മോഫ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. ചെക്കൻ മൈനർ ആയതുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കി വിട്ട് എടപ്പാൾ സ്വദേശികളായിരുന്നു ഇരകൾ. എടപ്പാൾ എന്നാണ് പറയുന്നത്, ഞാനറിഞ്ഞത് പട്ടാമ്പിയാണ്. പട്ടാമ്പി എടപ്പാളും വലിയ മാറ്റൊന്നുമില്ല. ഇതിൻ്റെ പേരിൽ കോളേജിൽ സസ്പെൻഷൻ ആയിരുന്നു. അതിനുശേഷം ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് മാഡത്തിൻ്റെ പേരിൽ ഓൺലൈൻ ലോൺ എടുത്ത് അടുത്ത ഇഷ്യൂ വേറെ ഇഷ്യൂ ഇതിൻ്റെ ഭാഗമായി ഫോൺ മേടിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫോൺ മേടിച്ച് വെച്ചു ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അതിനുവേണ്ടി ഈ ഒരു ഫോൺ മേടിച്ച് വെച്ച് ഈ ലോൺ ആപ്പിൻ്റെ കാര്യവും പിടിച്ച് ഈ കണ്ട ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ പയ്യൻ ഈ കടുങ്കൈ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഒരു നാണയത്തിൻ്റെ 2 വശവും നോക്കി വേണം വിധി പറയാൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി ഡോക്ടർ അത്രയും നല്ല അധ്യാപികയാണ്. അവരെ പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. തികച്ചും വിഷാദരോഗിയായ അവരെ ആത്മഹത്യ ചെയ്താൽ അത് അടുത്ത TRP ന്യൂസ് ആവും, അത്ര തന്നെ. അതിനുള്ള വിദ്യാർത്ഥികളുടെ അഭിപ്രായം കൂടി ചോദിക്കൂ. അവിടുത്തെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കൂടി ചോദിക്കൂ. പോലീസ് അന്വേഷണം നടത്തി സത്യം പുറത്തു വരട്ടെ. അതാണ് ഞാൻ നേരത്തെ ആ ടീച്ചറെ കാര്യം പറഞ്ഞത്. ഇവരുടെ പേര് സംഗീത എന്നാണ് തോന്നുന്നു. ബൈ ദ വേ, ഈ ടീച്ചറെ കുറിച്ച് അത്യാവശ്യം ആർക്കും മോശം അഭിപ്രായങ്ങളില്ല. കുട്ടികളൊക്കെ ഈ ടീച്ചറെ കുറിച്ച് അവർ ഓക്കെ ആണല്ലോ, അവർ വിഷയമാണ്. ബൈ ദ വേ, അവർ മലയാളിയല്ല തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആരും ഒന്നും പറയുന്നില്ല. പിള്ളേർ പഠിച്ച അവിടെ ഇപ്പോൾ ബാക്കി ബാച്ചിലുള്ളവരും ഈ പയ്യൻ്റെ ബാച്ചിലുള്ളവരൊന്നും ഈ മിസ്സിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഈ പയ്യൻ്റെ വോയിസ് എന്ന് പറയുന്നത് രാവിലെ പുറത്ത് മീഡിയയിൽ വന്ന വോയിസിനകത്ത് ഇവനെ ഹരാസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ടീച്ചർ ഇവനെ നോക്കി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. സംഗീത മിസ് എന്നെ നോക്കി. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഒരു അലിഗേഷനായിട്ട് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. കുട്ടികളൊന്നും പറയുന്നുമില്ല. ഓക്കെ, ഇനി ഈ തേൻകണിയുടെ വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇതൊരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു കോമൻറ്റും കൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി അവിടെയുള്ള കുട്ടികൾ ത്രൂ എന്നെ അറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതാണ് ഞാൻ ഇന്നലെ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞത്. ഇന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഈ കുട്ടിയുടെ സിസ്റ്റർ ഇന്ന് എനിക്ക് രാവിലെ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ തേൻകണിയുടെ കാര്യം കുറച്ച് ഡിസ്കസ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അറിയാമല്ലോ, ഇന്നിപ്പോൾ അവിടെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ടായി, കുറേ ആൾക്കാരൊക്കെ വന്നു പോയി. അപ്പോൾ ഒരു തിരക്കിലായിരിക്കും. എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി നാളെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കാം. ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ കാര്യം ചർച്ചയായപ്പോൾ ഈ ലോൺ ആപ്പിനെ കുറിച്ചും തേൻകണീനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ചേച്ചിയുടെ അടുത്ത് വന്നു. ചോദ്യം വരുന്നതിന് മുമ്പ് തേൻകണീൻ്റെ കാര്യങ്ങൾ ചേച്ചി അങ്ങോട്ട് പറയുന്നുണ്ട്. ആ പോർഷൻസിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. നിതിൻ, എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി ഈ വീട്ടിൽ സ്വാഭാവികമായുള്ള സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാം. അതല്ലാതെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നതായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലോൺ എടുക്കുകയോ ആ നിലയിൽ പ്രതിസന്ധികളൊന്നും ഇല്ല. അത് അമ്മ ഹോസ്പിറ്റൽ, അതായത് ഞങ്ങൾക്ക് അറിയാന്നുള്ള ലോണ് തന്നെയാണ്. അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആപ്പ് ലോൺ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ടൈം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അടയ്ക്കാന്നുള്ളത്. പിന്നെ ഇതിൽ ലത എന്ന് പറയുന്നൊരു മാം ഉണ്ട്. അത് അമ്മ എന്നുള്ള, അതായത് അവർ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനിയല്ല. ഇൻസ്റ്റൻറ്റ് ഫണ്ട് എന്ന ആപ്പിൻ്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനി അല്ലാത്തത് കൊണ്ട് നമുക്ക് അമ്മ, അതായത് പാൻ കാർഡ് കിടക്കുന്ന നിതിൻ ലത രാജൻ എന്നുള്ള നമ്പർ, അതായത് അമ്മയ്ക്ക് ആ 2-3 ദിവസം ഇൻകമിങ് കോള് കട്ടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിളിക്കുന്നുണ്ട്, ഞങ്ങളത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പറിൽ നിന്നല്ല അത് കോൾ വരുന്നത്, നൂറോളം നമ്പറിൽ നിന്നാണ് അത് കോൾ വരുന്നത്. അപ്പോൾ അവൻ്റെ മദർ ലത എന്നുള്ള രീതിക്കായിരിക്കും അവർക്കറിയത്തില്ലല്ലോ, അവർ ഹിന്ദിക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ട്. അത് ഞങ്ങളതിന് സമയം ചോദിച്ചു. നമ്മൾ ഇന്ന് തന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാം, നാളെ തന്നെ. അതിന് പേയ്മെൻറ്റ് ഞാൻ അയച്ചു കൊടുത്തതുമാണ്. പേയ്മെൻറ്റ് അയച്ചു കൊടുത്തപ്പോഴത്തേക്കാണ് ദന്തൽ കിറ്റില്ല, എക്സാം പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ, അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചേച്ചി പറയുന്നത് ചെറിയ പൈസ 14,000 രൂപ എടുത്തിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അത് അമ്മയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് എടുത്തതാന്നുള്ള ഒരു ആസ്പെക്റ്റാണ് അവർ പറയുന്നത്. എൻ്റെ അമ്മയുടെ പേരില്ല, അതാന്നുള്ള പേര് ഫോൺ വിളിച്ച് കിട്ടാതെ ആയപ്പോൾ പിന്നെ ഈ കോൺടാക്ട് ആക്സസ് ഉള്ള ആപ്പുകാർ എന്ത് ചെയ്തു, അടുത്തൊരു ലത, അതായത് ഈ ലത എന്ന് പറഞ്ഞ നമ്പർ അമ്മയുടെ ഓഫാണല്ലോ, അപ്പോൾ അടുത്ത ലത എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും, അതെടുത്തിട്ട് അവർ വിളിച്ചിട്ടുണ്ടാവും. ഇതാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്നത്
മേ ബി ഗാർഡിയൻ എന്നുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ബാക്കപ്പ് നമ്പർ എന്നുള്ള സ്ഥലത്തോ ലത എന്ന് പറഞ്ഞ അമ്മയുടെ ലത എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് നമ്പർ കൊടുത്തത് മറ്റേ മിസ്സിൻ്റെ ആയിരിക്കും, അറിയില്ല. ഓക്കെ, എനിക്ക് അത് ക്ലാരിറ്റി പോലീസുകാരും സൈബർ സെല്ലും തരേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു, കോണ്ടാക്റ്റ് ആക്സസ് ചെയ്തിട്ട് ലത എന്നുള്ള നമ്പറിൽ ആ മിസ്സിനെ വിളിച്ചു തുടങ്ങി. അവർക്കത് സീനായി, അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയ എമൗണ്ടാണ് എടുത്തതെന്നാണ് ഇവിടെ സിസ്റ്റർ പറയുന്നത്. ഈ പട്ടാമ്പിക്കാരനായിട്ടുള്ള വ്യക്തിയെ ഈ സ്ത്രീ രൂപത്തിൽ ചെന്ന് വിഷയമുണ്ടാക്കിയ ആ ഒരു സീൻ, തേൻകണി സീനിൽ കുറേ ലക്ഷക്കണക്കിന് രൂപ ആ വ്യക്തിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളൊരു രീതി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ ഹിയർസേ ആണ്, ഇതിന് ക്ലാരിറ്റി ഇല്ല. ലക്ഷക്കണക്കിന് രൂപ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ തെരഞ്ഞു വന്നത് കോളേജിലേക്ക് എന്നും പറഞ്ഞൊരു ഹിയർസേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടൊക്കെ എവിടെ പോയി? അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഈ ഫണ്ടൊക്കെ എവിടെ പോയി? ഈ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു ചോദ്യത്തിനകത്ത് ബാക്കിയാണ്. പക്ഷെ അത് ഇപ്പോൾ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് ഈ തേൻകണിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു കേസിൽ ഈ പട്ടാമ്പിയിൽ നിന്ന് കോളേജിലേക്ക് അന്വേഷിച്ച് വന്ന ടീം, എടപ്പാൾ പട്ടാമ്പി ഭാഗത്തുനിന്ന് കോളേജിലേക്ക് അന്വേഷിച്ച് വന്ന ടീം, ഇവർ ഈ പയ്യനെ ത്രട്ടൻ ചെയ്തു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അങ്ങനെയൊരു കാര്യമുണ്ടല്ലോ. അവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ഓബിയസ്ലി അവരെ പറ്റിച്ചതാണ്, സ്ത്രീയാണെന്ന് പറഞ്ഞ് പറ്റിച്ചു, പൈസ വാങ്ങി പറ്റിച്ചു, അപ്പോൾ അവർക്ക് ദേഷ്യം കാണും. പിന്നെ ഈ 14,000 രൂപ തന്നെയാണോ? ചേച്ചി അറിഞ്ഞുകൊണ്ട് 14,000 ആയിരിക്കും, അതിലും കൂടുതൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതും ഒരു ക്ലാരിറ്റി വേണ്ടേ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് ബാക്കിയാണ്. വലിയ തുകയായിരുന്നു അത്. അങ്ങനെ എന്തേലും അല്ലല്ല 14,000 എടുത്തിട്ടുള്ളത്. 14,000 രൂപയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അത് ഫണ്ട് എത്ര വന്നിട്ടുള്ളതെന്ന് പോലും എൻ്റെ എല്ലാ റെക്കോർഡാണ്, എൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയച്ചു തരും. അപ്പൊ അതായത് അല്പം മുമ്പ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തത് 14,000 രൂപയുടെ മാത്രം ഒരു ലോണായിരുന്നു. അത് നിങ്ങൾക്ക് വീട്ടുകാർക്കും കൂടി അറിവുള്ളതായിരുന്നു. വീട്ടിൽ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടെടുത്ത ലോണാണ്. അതിലിങ്ങനെ ഒളിച്ചു വെക്കേണ്ടത് ഒന്നുമില്ല. ഒരു അധ്യാപികയെ വിളിച്ച് പറഞ്ഞോളൂ. അതെ, അധ്യാപകയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപക അതെന്തോന്ന് വേണം, പാരൻസിനെ റിപ്പോർട്ട് ചെയ്യണം വേണ്ടത്. അല്ല സ്റ്റുഡൻസിനെ മാനസികമായിട്ടും സ്റ്റാഫ് റൂമിൽ കൊണ്ടിട്ടിട്ട് അവനെ ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം ഒരു അമ്മയോ അച്ഛനെയോ, അതായത് ബ്രദറിൻ്റെ നമ്പറുണ്ട്, അതുപോലെ അമ്മയുടെ അച്ഛൻ്റെ നമ്പറുണ്ട്. അവർക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ച് സംസാരിക്കാമല്ലോ. അതല്ലേ അവരുടെ ഏറ്റവും മര്യാദ. അതാണ് മര്യാദ. ഒരു ഞങ്ങൾക്ക് തന്നെ ഒരു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പാരൻസിനല്ലേ ഞങ്ങൾ കൂടുതൽ അത് വിളിച്ച് സംസാരിക്കാൻ നോക്കുകയുള്ളൂ. അല്ലാതെ അത് അവരെ വിളിച്ച് ഓഫീസ് റൂമിലിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഈ ലതാ മാമിൻ്റെ അടുത്ത് അവന് വലിയ കാര്യമായിരുന്നു. ഈ ലതാ മാം ഇവിടുന്ന് അവനെ രണ്ടാമത്തെ ടൈമിൽ ബിയാട്രിക്സ് മാമെന്നും ബിയാട്രിക്സ് ഈ 2 മാമും ഭയങ്കരമായിട്ട് മെസ്സേജൊക്കെ അയച്ച് അവനെ തിരിച്ചു വിളിച്ച് ലാസ്റ്റ് മരണത്തിലേക്ക് തള്ളി വിടാനായിരുന്നു ഈ മെഡിക്കൽ കോളേജിലുള്ള 2 ടീച്ചേഴ്സ് അവനെ തിരിച്ചു വിളിച്ചത്. ഇങ്ങനെ അല്ലാതെ ആപ്പ് ലോൺ എടുത്തിട്ട് അവരുടെ, അല്ലെങ്കിൽ തന്നെ ആപ്പ് ലോൺ എടുക്കുന്ന ഒരാൾക്ക് അറിയത്തില്ലേ എന്തോന്ന് അവരുടെ OTP അല്ല അവരുടെ പാൻ കാർഡും ആധാർ കാർഡും വെച്ച് മാത്രമേ നമുക്ക് ആപ്പ് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ എന്തോന്ന് ഒരു ലോകത്തുള്ള ഒരു മനുഷ്യനും ആധാർ കാർഡ് പാൻ കാർഡ്, അതായത് നമ്മുടെ ഈ 2 ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ച് മാത്രമേ അതിൽ OTP വരുള്ളൂ. എനിക്കും ഉണ്ട് ക്രെഡിറ്റ് പി. അപ്പോഴേ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ലോണുമായി ബന്ധപ്പെട്ട അധ്യാപികയുടെ പേര് നൽകിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് ആ കോളേജിൽ നിന്ന് ഒരാളും ഒരു അധ്യാപികയും ഈ സഹോദരിയെയോ അച്ഛനെയോ അമ്മയോ ഒന്നും വിളിച്ചിട്ടേ ഇല്ല. അല്ലാതെ നിങ്ങൾക്ക് നിതിൻ പറഞ്ഞ അറിവുള്ളത് മാത്രമാണത്. വിളിച്ചിട്ടില്ല. അതെ, കാര്യം ഞങ്ങൾക്ക് ഇത് ഡൗട്ട് തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേര് ലത എന്നാണ്, അവരുടെ പേര് ലത അനൂപ് എന്തോ ആണ് അവരുടെ പേര്. അപ്പൊ 2 പേരുടെ പേര് ലത എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പാരൻസിലല്ലേ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ സ്റ്റുഡൻസിനെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റിനെ വിളിച്ച് വേണോ അത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്, പാരൻറ്റിനെ വിളിക്കണ്ടേ. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ചേച്ചി പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കിട്ടുന്നത്. ഞാനിത് കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കൂടുതലെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൽ ചെയ്യുന്നതൊക്കെ പോലീസുകാർ ചെയ്യേണ്ട പരിപാടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിരിഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിക്ക് ചിലപ്പോൾ അത് വേറെ മീനിങ്ങിലൊക്കെ ആളുകൾ എടുക്കും.
ഇത് ലോൺ ആപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 2 രീതിക്കും, ഒന്ന് അവർ ആപ്പ് തന്നെ ആക്സസ് ചെയ്തിട്ടില്ല അതാന്നുള്ള പേരെടുക്കാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഈ പറഞ്ഞ പോലെ പേര് അമ്മയുടെ പേരും നമ്പർ ടീച്ചറിനെയും വെച്ചാലും ആവും. അതൊക്കെ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആ വഴിക്ക് പോട്ടെ. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന് മുകളിലായിരിക്കും ഈ പയ്യനെ ഇങ്ങോട്ട് വിളിച്ചത്, ഇവരുടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചത്. ഈ ചേച്ചി പറഞ്ഞ പോലെ പാരൻസിനെ വിളിക്കണ്ടേ എന്ന് പറയുമ്പോൾ ആദ്യം ഇത് കുട്ടിയെ അറിയിക്കണം. ഇപ്പം എല്ലാ കോളേജും, ഇപ്പം നമ്മളൊക്കെ കോളേജിൽ പഠിച്ച് വരുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ നമ്മൾ ആദ്യം വിളിച്ചിട്ട് നമ്മളോട് പാരൻസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ പാരൻസിനെ അറിയിക്കുന്നുള്ള വാർണിംഗ് നമുക്ക് തരും, എന്നിട്ടാണ് പാരൻസിനെ വിളിക്കുക. അല്ലാതെ നമ്മളോട് അറിയിക്കാതെ പാരൻസിനെ അറിയിക്കാറില്ല. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെയാണ്, നമ്മൾ അറിയിക്കാതെ പാരൻസിനെ അറിയിക്കാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പയ്യനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ഇവർ ഹരാസ് ചെയ്തു. ഇവർ ചെയ്തത് തെറ്റാണ്, തെറ്റെന്നല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, മഹാവൃത്തികളാണ് ചെയ്തിട്ടുള്ളത്. വിളിച്ച ഒരാളെ മെൻ്റലി ഹരാസ് ചെയ്യുക. ആ ഹരാസ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഞാൻ തിരിച്ച് ഇവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ഹരാസ്മെൻ്റ് ഉണ്ട്, 99% ആ ഹരാസ്മെൻ്റ് ഉണ്ട്, അത് പ്രശ്നമാണ്. പക്ഷെ ആ ഹരാസ്മെൻറ്റിൽ കൂടുതൽ പേടി മനസ്സിനകത്തുണ്ടാവും. ഈ ലോൺ ആപ്പിൻ്റെ വിഷയവും കാര്യങ്ങളും പുറത്ത് ഇനി കോളേജിൽ കുട്ടികൾ അറിഞ്ഞാൽ, ഓൾറെഡി തേൻകണിയുടെ ഭാഗമായിട്ട് അവിടെ വലിയൊരു സീന് നടന്നതാണ്. ഒരു ടീം വന്ന് അലമ്പുണ്ടാക്കി, അത് കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോയി. ഓൾറെഡി കോളേജിൽ ഈ സാധനം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എഴുതി കൊടുത്ത്, ഇതൊക്കെ നടന്നതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പിൻ്റെ സാധനം കൂടി നടന്നത് എന്നുള്ള ആ ടെൻഷൻ. അത് പുറത്തറിഞ്ഞാലും അത് ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്താലും ആ ടെൻഷൻ ഭയങ്കരമായിരിക്കില്ലേ? അതൊരാളെ തീർക്കാൻ മാത്രമില്ലേ? നിങ്ങൾ പറ, ഇല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ കളിയാക്കലുകൾ, അധ്യാപകർ ഇരുന്ന് കളിയാക്കുന്നത്, ഇതൊക്കെ സീനാണ്. ഇതൊക്കെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. നികിത, മറ്റ് കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ അറിവിൽ നിതിനുമായി ബന്ധപ്പെട്ട്? മറ്റ് കേസുകൾ ഇല്ല, മറ്റ് കേസുകളൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എവിടെ സ്റ്റേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി തിരക്കാം. പിന്നെ കോളേജുകാര് കേസെടുക്കുകയും ഒക്കെ ചെയ്തു. നികിത പറയാൻ വന്നത് പൂർത്തീകരിച്ചു. കോളേജുകാർ പറയുന്നു ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതെ, കോളേജുകാർ പിന്നെ പറയുന്ന ഹണി ട്രാപ്പ്. എന്തോന്ന് ഹണി ട്രാപ്പ്? ഇവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഞാൻ, എൻ്റെ ചേച്ചി അച്ഛൻ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മ, ഇവരൊക്കെയാണ് അവൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഫുള്ളും. അതായത് ഏത് അക്കൗണ്ട് എടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഫുൾ ചെക്ക് ചെയ്തിരുന്നാലും അതേ കിട്ടത്തുള്ളൂ. പിന്നെ ഹണി ട്രാപ്പ്, ഈ ആവശ്യമില്ലാത്ത കഥകൾ എന്തിനാണ് ഈ കോളേജുകാർ ഇറക്കുന്നത്? അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ജയിച്ചാലല്ലേ ഇനി അടുത്ത കുട്ടിക്ക് ഇത് അടുത്ത കുട്ടി ഇനി അടുത്ത വർഷം കൊല്ലാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ കഥകൾ അവരുണ്ടാക്കി, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അടുത്ത വർഷം ഒരു കുട്ടിക്ക് ഇതുപോലെ വരാം. ഈ വർഷം തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടാവാമല്ലോ. നികിത തന്നെ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്പം മുമ്പ് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞിരുന്നു, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ്, പട്ടാമ്പിയിലെ മറ്റോ ഒരു കേസ്, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കോളേജിലാണ് എത്തിയത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി നൽകിയതിൻ്റെ രേഖയടക്കം അവർക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി നിങ്ങളോട് ഇതുവരെയും കോളേജ് അധികൃതർ അറിയിച്ചിട്ടില്ല? സാർ, ഒരിക്കലും ഹണി ട്രാപ്പ്, സാർ അങ്ങനെ ഹണി ട്രാപ്പ് എന്നുള്ളൊരു കാര്യമേ നടന്നിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ തട്ടിക്കുന്ന, ഈ വീട്ടിലിരിക്കുന്ന ഈ പയ്യൻ എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ? കോളേജിൽ പോകാനാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കുന്നില്ലേ? ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ഇത്ര വർഷം നോക്കിയത്. മറ്റുള്ളവരുടെ പൈസ എന്തിനാണ് ഇവ പിടിച്ചു വാങ്ങേണ്ട ആവശ്യം? ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? അതിനുള്ള ശക്തമായിട്ടുള്ള തെളിവ് ഇയാൾ കൊണ്ടുവരട്ടെ. എന്തായാലും അങ്ങനെ ഒരു കാര്യവും പ്രിൻസിപ്പളൊക്കെ ഇവരൊക്കെ ജീവനോട് ഇരിക്കുകയല്ലേ? കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് അങ്ങനെ ഇവർ തെളിയിക്കട്ടെ. ഇയാള് ഈ നിതിൻ്റെ ചേച്ചി എങ്കിൽ എന്താ ഈ ഇമോഷണൽ സാധനത്തിൻ്റെ മുകളിലാണ് ഈ വിളിച്ച് പറയുന്നതെന്നുള്ളതാണ്. ഇത് വളരെ ക്ലിയറാണ്, ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നുള്ളതും. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരിക്കലും വന്ന് പറയേണ്ട കാര്യമില്ല. അവരുടെ സ്റ്റേഷനിലേക്ക് കോളേജിൽ അലമ്പുണ്ടാക്കിയ സമയത്ത് അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ ഇത് സെറ്റിൽമെൻറ്റ് രീതിക്ക് വന്നു എന്നും കോളേജിൽ ഈ പയ്യനെ എഴുതി കൊടുത്തു എന്നുള്ളതും ഇതൊക്കെ പിന്നെ എന്താ ചുമ്മാ ഒന്ന് വിളിച്ച് പറയുകയാണോ? ഈ പയ്യൻ അവിടുന്ന് ഒരുപാട് ഹരാസ്മെൻറ്റ്സ് നേരിട്ടിട്ടുണ്ട്. ഈ റാം എന്ന് പറഞ്ഞ HOD ഈ പയ്യന് മാത്രമല്ല ഒരുപാട് പേർക്ക് ഹരാസ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഒരുപാട് സ്റ്റാഫുകൾ, ഞാൻ ഇന്നലെ പേരെടുത്ത് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഇതിനകത്ത്. ആ വ്യക്തിയെക്കുറിച്ചാണ് എൻ്റെ പ്രീവിയസ് വീഡിയോ.
ഈ വിഷയത്തിൽ ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത്. ആ വ്യക്തിയെ റിലേറ്റ് ചെയ്തൊരു വ്യക്തി ഇന്ന് എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. കുട്ടികളെ ഒരുമാതിരി 1000 പേജ് 2000 പേജൊക്കെ അവർക്ക് ലോഡ് കൊടുത്ത് എഴുതിപ്പിക്കുക, മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ പരിപാടികൾ. പുസ്തകം 3000-4000 രൂപയുടെ പുസ്തകങ്ങൾ മേടിപ്പിക്കുക, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടികൾ ചെയ്യിച്ച് അങ്ങനെ പണിഷ്മെൻറ്റ് രീതികൾ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ. അതൊക്കെ ഇനി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോവും. അത് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ മാറണം, തിരുത്തി ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമിലുള്ള കുട്ടികൾക്ക് ഇത് ഓക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ഓക്കെ അല്ല, മനസ്സിലായോ? നിങ്ങളുടെ പ്രാകൃതമായ പനിഷ്മെൻറ്റ് രീതികളൊക്കെ നിങ്ങൾ മാറ്റിയത് മടക്കി പോക്കറ്റിൽ വെച്ച് നടന്നാൽ മതി. പഠിക്കണില്ല, വരുന്നില്ല, അറ്റൻഡൻസ് ഇല്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഈ എക്സ്ട്രാ പഠിപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പണിഷ്മെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ അഗെയിൻ പറയുന്നു, ഈ പയ്യൻ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഓക്കെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനമെടുക്കുന്ന ഈ സിറ്റുവേഷനിൽ പയ്യനെ എത്തിച്ചതിൽ 99% ഈ പറഞ്ഞ റാമും ബാക്കി ആളുകളും ഇരുന്ന് വട്ടം കൂടിയിരുന്ന് ഈ പയ്യനെ കളിയാക്കി ചിരിച്ച് അവനോട് പറഞ്ഞത് തന്നെയായിരിക്കും. പക്ഷെ 1% ഈ ലോൺ ആപ്പിൽ നിന്നുള്ള പ്രഷർ, തേൻകണി ഓൾറെഡി ഇവനൊരു പ്രഷറായിരുന്നു, ഇവന് സസ്പെൻഷൻ കിട്ടി, ഇവൻ വീട്ടിലിരുന്ന് അങ്ങനെ തിരിച്ച് വന്നതാണ്. ഇനി ഈ തേൻകണിയിലുള്ളവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ പയ്യൻ ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തതെന്നുള്ള വേറൊരു ചോദ്യം. ലക്ഷക്കണക്കിന് രൂപ എന്നുള്ള എൻ്റെ അറിവ്. തേൻകണി എന്നുള്ള വിഷയത്തിൽ ഈ പയ്യൻ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നുള്ളതാണ്. ഒരു സ്ത്രീയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ലോൺ ആപ്പ് ഈ ഒരു ആപ്പിൽ നിന്ന് മാത്രമാണോ ലോൺ എടുത്തത്? അത് 14,000 രൂപ മാത്രമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നാളുകളിൽ പോലീസ് ഒരു ക്ലാരിറ്റി തന്നാൽ നന്നായിരിക്കും. മീഡിയാസ് എന്താണെങ്കിലും മീഡിയാസിനൊക്കെ പേടിയാണ്. കാരണം ഇവിടെ ഒരു സൈഡിൽ ഇപ്പോൾ ദിനുവേലിനെ പോലുള്ളവരും വേടനെ പോലുള്ളവരൊക്കെ വന്നിരുന്ന് ഇതിൻ്റെ ജാതീയത, ഇതിൻ്റെ നിറത്തിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ. പക്ഷെ അവരുടെയൊക്കെ ആവശ്യം കൂടി മനസ്സിലാക്കണം. അവരുടെ ആവശ്യവും വേറെയാണ്. ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോഴല്ലേ ഈ ആവേശവും ഇതും കൂട്ടി വരണ്ടേ? ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇതേപോലെ നിറത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ക്ലാസ് റൂമിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അവർക്കൊരു സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ കാര്യമില്ല. പിന്നെ മീഡിയാസിനോടാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് എല്ലാം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ ആളുകളെ പറ്റിക്കുന്ന പോലെ ചുമ്മാ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴുക്കില്ല. അപ്പോൾ നീന്താന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് നിങ്ങൾക്ക് എല്ലാം കിട്ടുമല്ലോ. നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്ക് ജനങ്ങളെ അറിയിച്ചാൽ എന്താ പ്രശ്നം? അത് നിങ്ങൾ ചെയ്യണില്ല.